ഹലോ. ഇപ്പോൾ ട്രെൻഡിലുള്ള ഒരു സ്ക്രഞ്ചിയാണ് കേട്ടോ ഈ ട്യൂലിപ്പ് സ്ക്രഞ്ചി. ഇൻട്രസ്റ്റ് തുറന്നൊന്ന് നോക്കണം എത്ര ട്യൂലിപ്പ് സ്ക്രഞ്ചീസാണത്. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം സാരി വെച്ച് ഒന്ന് രണ്ട് ഡ്രസ്സ് ചെയ്തിരുന്നു. അതിൽ ബാലൻസ് ഉള്ള ക്ലോത്താണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ക്രാഫ്റ്റും ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു തുണി പോലും വേസ്റ്റ് ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളതാണ് സ്ക്രഞ്ചി ചെയ്യാൻ. ഇതിൻ്റെ സൈസ് ഇതിപ്പോൾ ഞാൻ ചെയ്യണത് നേരത്തെ കാണിച്ചേക്കാൾ സൈസ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ച് വീതി 37 ഇഞ്ച് നീളമുണ്ട് കേട്ടോ. ആ ഒരു ക്ലോത്തിനെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് ഞാനിപ്പോൾ കാണിച്ച പോലെ ആ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് താഴത്തെ പീസിനെ ഇങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മളൊരു 4 ഇഞ്ച് ഡിഫറൻസിൽ അടിച്ചു കൊടുക്കുക കേട്ടോ. സ്ക്രഞ്ചി ഉണ്ടാക്കുന്ന പല വീഡിയോസിൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങളത് പോയി കണ്ടു നോക്കിയോളൂ കേട്ടോ. സ്ക്രഞ്ചിയുടെ സൈസ് ചാർട്ടും സ്ക്രഞ്ചിയുടെ വലിപ്പത്തിനനുസരിച്ച് എങ്ങനെയാണ് അളവെടുക്കേണ്ടത് എന്നുള്ളതും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട്. എന്നാലും ഞാൻ ഈ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തത് ഇതുവരെ ആയിട്ടുണ്ടെങ്കിൽ വലിച്ച് കൊടുത്തിട്ട് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ആ ഉള്ളിലത്തെ തുണിയിൽ അടിപ്പ് വീഴാതെ ശ്രദ്ധിച്ചിട്ട് എടുക്കണേ. എന്നിട്ട് നമുക്കൊരു ഗ്യാപ്പ് നിർത്തിയിട്ട് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതായത് ഈ തുണി നമുക്ക് അകം പുറം മറിച്ച് ഒരു കുഴൽ പോലെ എടുക്കണമല്ലോ. സ്ക്രഞ്ചിന് ചില ആൾക്കാർക്ക് പുഴു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു അവസ്ഥയിലിരിക്കണോണ്ടാണോ എന്നറിയില്ല. അപ്പോൾ ഒരു ഗ്യാപ്പ് നിർത്തിയിട്ട് ഇങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്, മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ട്യൂബ് പോലെ കിട്ടും. ഒരു ചെറിയൊരു ഹോള് നമ്മൾ വിട്ടതുണ്ടാവും. ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാം. ഞാനൊരു 8 ഇഞ്ചിലെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. എന്നാലും എനിക്കിത് അധികമാണ്. നിങ്ങൾ ഇലാസ്റ്റിക്കിൻ്റെ ആ ഒരു സ്ട്രെച്ചിങ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് എടുത്താൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കൊരു 2 പ്രാവശ്യം തിരിച്ച് കെട്ടാനുള്ള സൈസിൽ ഇലാസ്റ്റിക് എടുക്കണം. 7-8 ഇഞ്ച് തന്നെ ധാരാളമാണ്. ഇതൊരു 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ്. അപ്പോൾ അത് ഞാൻ ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതൊരു ഇത് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഇലാസ്റ്റിക് എടുത്താൽ മതി. എനിക്കൊരു കുറച്ച് അധികം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു വിട്ട ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കാണുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്രഞ്ചിയുടെ പരിപാടി കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ട്യൂലിപ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് മുന്നിട്ട ലോങ് വീഡിയോ ആയിട്ട് എങ്ങനെയാണ് ഈ ട്യൂലിപ്സ് ഫ്ലവർ ഫാബ്രിക് വെച്ച് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് പീസിലുള്ള ഒരു ക്ലോത്ത് ഇങ്ങനെ നടുമടക്കി 2 ഇഞ്ച് കണക്കാക്കി അതിനൊരു 4 ഇഞ്ച് ഡിഫറൻസിൽ സൈഡ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. നമുക്കൊരു ചെറിയ ട്യൂലിപ്പ് മതി. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച ഡോരി തുന്നണമെന്ന് ഞാൻ കാണിച്ചിട്ടില്ല. അത് ഇതേപോലെ അടിച്ച് മറിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിലിങ്ങനെ കയറ്റി വെച്ച് കൊടുത്തിട്ട് ഈ എഡ്ജ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെങ്ങനെ മറിക്കുമ്പോൾ ഈ തുമ്പത്തേക്ക് ഈ ഫ്ലവർ വരുന്ന പോലെ കിട്ടും. ഇനി ഇതിൻ്റെ റോ എഡ്ജ് ഉണ്ടല്ലോ, ആ റോ എഡ്ജ് നമുക്ക് ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ആ റോ എഡ്ജ് കാണണ്ട. അവിടെ ഒരു അടിപ്പ് കൊടുത്താൽ അത് ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെക്കുകയുള്ളൂ. ഒരു 4 ഇഞ്ചിൽ തന്നെ അകത്തോട്ട് അങ്ങ് മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്കിതാ അതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. പോളിഫൈബറാണ് നല്ലത്, ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ കുട്ടികൾ കേടുവരുത്തി ഏതെങ്കിലും പാവക്കുട്ടികളുണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ റീയൂസ് ചെയ്യാമല്ലോ, ഒരു സന്തോഷമായിക്കോട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു തലയും വാലൊന്നും ഇല്ലാത്ത ഒരു പാവക്കുട്ടീനെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കുറച്ച് ഈ പഞ്ഞി ടോയ് ഫില്ലർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. അങ്ങനെ വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ എങ്ങനെ പോയാലും ഇതുപോലൊരു കേടുവന്ന ഭാവം ഉണ്ടാവും, അതെടുത്താൽ മതി. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് മാത്രം ഫില്ല് ചെയ്യുക, തിക്കി നിറച്ച് ഫില്ല് ചെയ്യാണ്ട്. നമുക്കിതിങ്ങനെ തുന്നും വേണം. അപ്പോൾ അതിന് കണക്കാക്കി ഫില്ല് ചെയ്യുക. ഒരു സൂചി എടുത്തിട്ടുണ്ട്, സെയിം കളർ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സെൻറ്റർ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. ആ കെട്ട് പുറത്തേക്ക് കാണുന്ന പോലെ തുന്നി കൊടുത്താൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഭാഗം ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു തുന്നൽ കൊടുക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടെ തുന്നണേ. അപ്പോൾ നമുക്ക് മൊത്തം 4 സൈഡ് കിട്ടും. അതായത് 4 കോണായിട്ട് കിട്ടും ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്. നമ്മുടെ കയ്യിലുള്ള എല്ലാ കുഞ്ഞു വെട്ട് കഷ്ണം തുണികളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് എന്താ പറയുക, ഫ്ലവർ വേസിൽ വെക്കാൻ പാകത്തിന് നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ സ്ക്രഞ്ചിയിലേക്കുള്ള ടെയിലായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതല്ലാതെ നമ്മൾ കുട്ടികളെ ഉടുപ്പിൽ ഡോരി കൊടുക്കില്ല, സ്ലീവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബാക്കിൽ അല്ലെങ്കിൽ തന്നെ പാവാടയിൽ സ്കേർട്ടിൻ്റെ കൂടെ. അപ്പോൾ ഈ ഡോരിയുടെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ടും ഈ ഒരു ഫാബ്രിക് ട്യൂലിപ്സിൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്ക്രഞ്ചി ഉണ്ടാക്കുന്ന വീഡിയോ 2 കാര്യം പഠിച്ചില്ലേ. അപ്പോൾ ഞാൻ ആ വള്ളിയുടെ 2 സൈഡിൽ 2 ഫ്ലവർ
ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിനകത്തിപ്പോൾ ഞാൻ 2 ഫ്ലവറേ വെക്കണുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 5 ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ വെക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു വള്ളിയുടെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 18 ഇഞ്ചാണ്. നിങ്ങളുടെ താല്പര്യപ്രകാരം എടുക്കുക. ഒരു 3-4 ചുറ്റൊക്കെ ചുറ്റി കൊടുത്തിട്ട് കെട്ടിയെടുക്കുന്നുണ്ട്. ലോങ് ടെയിലായിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടവും നമ്മുടെ ഫാഷൻ സെൻസും വെച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ വരുത്തുക. ഇതിങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒരു പൂക്കെട്ട് കെട്ടി കൊടുക്കുന്നത്, ഒരു പൂ പോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ക്രഞ്ചിയുടെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞു. നേരത്തെ ഞാൻ ഉണ്ടാക്കി വെച്ചത് കുറച്ചും കൂടെ വലിയ സ്ക്രഞ്ചിയാണ്. ഈ തുണി നമ്മൾ വിട്ടെടുത്തപ്പോൾ 3 ഇഞ്ച് എടുത്തത്, മറ്റത് 5 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് കുറച്ച് വലിയ സ്ക്രഞ്ചി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇത് സാറ്റിൻ തുണിയിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റെ കയ്യിൽ സാറ്റിൻ തുണി ഇരിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ചെയ്യുകയാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കണമല്ലോ. അപ്പോൾ ഞാൻ പാറുക്കുട്ടിയുടെ തലമുടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫേസ് ഒന്നും വേണ്ട, മുടി മാത്രം മതി എന്ന് പറഞ്ഞപ്പോഴും അവൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വീണ് കിടക്കുന്ന തലമുടിയൊക്കെ ആണെങ്കിൽ നല്ല രസമുണ്ടാവും. പോണിറ്റെയിൽ കിട്ടിയാലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയാം കേട്ടോ. താങ്ക് യു.